ക്രിമിനൽ കേസിൽ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. 4 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ട്രംപിനെതിരെയുള്ളത്. ട്രംപ് അഴിക്കുള്ളിലാവുകയാണെങ്കിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയിലിൽ നിന്ന് ജനവിധി തേടണം. പക്ഷേ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാനാകില്ല. ജൂലൈ 11 വരുന്ന ശിക്ഷാവിധി ആശ്രയിച്ചാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി. ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു മുൻ അമേരിക്കൻ പ്രസിഡന്റ് ക്രിമിനൽ കേസിൽ ശിക്ഷാവിധി കാത്തു കഴിയുന്നത്. ാണ് കേസിനാസ്പദമായ സംഭവം. 2016 അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുൻപായി അശ്ലീല ചിത്രനായിക സ്റ്റോമി ഡാനിയലിന് ഡൊണാൾഡ് ട്രംപ് തൻ്റെ അഭിഭാഷകൻ മുഖേന പണം നൽകി. ട്രംപും ഡാനിയലും തമ്മിലുള്ള ബന്ധം പുറത്തു പറയാതെ ഇരിക്കാനാണ് പണം നൽകിയത്. ട്രംപിൻ്റെ അഭിഭാഷകനായിരുന്ന മൈക്കൽ കോഹൻ്റെ മൊഴിയാണ് കേസിൽ നിർണായകമായത്. ഡാനിയലിന് പണം നൽകാൻ ട്രംപ് തന്നോട് പറഞ്ഞെന്നും തവണകളായി ഈ പണം തിരിച്ചു നൽകാമെന്ന് ട്രംപ് പറഞ്ഞെന്നും മൈക്കൽ കോഹൻ മൊഴി നൽകി. അഭിഭാഷകന് പണം തിരികെ നൽകാൻ വേണ്ടി ട്രംപ് ബിസിനസ് അക്കൗണ്ടുകളിൽ ക്രമക്കേടുകൾ നടത്തി. അന്വേഷണത്തിൽ ക്രമക്കേടുകൾ കണ്ടെത്തുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട 34 കേസിലും ട്രംപ് കുറ്റക്കാരനാണെന്നാണ് ന്യൂയോർക്ക് കോടതിയുടെ കണ്ടെത്തൽ. 5 ആഴ്ച നീണ്ട വിചാരണയ്ക്കൊടുവിലാണ് 12 അംഗ ജൂറി വിധി പുറപ്പെടുവിച്ചത്. കേസ് കെട്ടിച്ചമച്ചതെന്നാണ് ട്രംപ് പറയുന്നത്. ബൈഡൻ ഭരണകൂടം രാഷ്ട്രീയ വേട്ടയാടൽ നടത്തുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. അമേരിക്കയിലെ ശിക്ഷാ നിയമം അനുസരിച്ച് ക്ലാസ് ഇ വിഭാഗത്തിൽപ്പെടുന്നതാണ് ട്രംപിനെതിരെ തെളിഞ്ഞിരിക്കുന്ന കുറ്റങ്ങൾ. ഓരോ കുറ്റത്തിനും 4 വർഷം വരെ ശിക്ഷ ലഭിക്കാം. എന്നാൽ കടുത്ത ശിക്ഷാവിധി ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതും അദ്ദേഹത്തിൻ്റെ പ്രായവും വിധിയെ സ്വാധീനിക്കും. മാത്രമല്ല, അക്രമരഹിത കുറ്റകൃത്യമാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ട്രംപിൻ്റെ അഭിഭാഷകർക്കും പ്രോസിക്യൂട്ടർക്കും എന്ത് ശിക്ഷ നൽകണമെന്ന് നിർദ്ദേശങ്ങൾ കോടതിക്ക് മുന്നിൽ സമർപ്പിക്കാം. ഇതും വിധി പുറപ്പെടുവിക്കുന്ന ജഡ്ജി പരിഗണിക്കും. പിഴയിലോ ചെറിയ കാലയളവിലെ വീട്ടുതടങ്കലിലോ ശിക്ഷ ഒതുങ്ങിയേക്കാം. കീഴ്ക്കോടതി വിധി വന്നാലുടൻ ട്രംപിന് മേൽക്കോടതിയിൽ അപ്പീൽ നൽകാൻ കഴിയും. അപ്പീൽ പരിഗണനയിലിരിക്കുമ്പോൾ ശിക്ഷ നടപ്പാക്കാനും പറ്റില്ല. അപ്പീലുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ വീണ്ടും നീണ്ടുപോകുന്നത് ട്രംപിന് ഗുണം ചെയ്യും. അമേരിക്കൻ പ്രസിഡന്റാകുന്നതിന് വേണ്ട യോഗ്യത 34 വയസ്സും 14 വർഷം അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ പൗരനുമായിരിക്കണം. തെരഞ്ഞെടുപ്പിൽ ട്രംപ് ജയിക്കുകയും ജയിൽ ശിക്ഷ വിധിക്കുകയും ചെയ്താൽ ജയിലിൽ നിന്ന് ഭരണം നടത്താമെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. അങ്ങനെ സംഭവിച്ചാൽ ഗുരുതര രാഷ്ട്രീയ പ്രതിസന്ധിയാകും ഉണ്ടാവുക. ഇത് മുന്നിൽ കണ്ടുള്ള ശിക്ഷയായിരിക്കും ജൂൺ 11 ന്യൂയോർക്ക് കോടതി പുറപ്പെടുവിക്കുന്നത്.